അപ്പോൾ ഡബിൾ ഇൻറ്റഗ്രേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ബീമുകളുടെ സ്ലോപ്പും അതുപോലെ തന്നെ അതിൻ്റെ മാക്സിമം ഡിഫ്ലക്ഷനും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മളിപ്പം സെലക്ട് ചെയ്തിരിക്കുന്ന ബീം കാൻഡിലിവർ ക്യാരിയിങ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഓൺ ദ എൻറ്റയർ ലെങ്ത്. ഒരു കാൻഡിലിവർ ബീം അതിൻ്റെ എൻറ്റയർ ലെങ്തിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണെങ്കിൽ ഡബിൾ ഇൻറ്റഗ്രേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് അതിൽ ഉണ്ടാകുന്ന മാക്സിമം സ്ലോപ്പും ഡിഫ്ലക്ഷനും എങ്ങനെ കണ്ടുപിടിക്കുമെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു കാൻഡിലിവർ ബീം കൺസിഡർ ചെയ്തിരിക്കുകയാണ്. അതിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് അതിൻ്റെ എൻറ്റയർ ലെങ്തിൽ ആക്ട് ചെയ്തിരിക്കുകയാണ്. W kN/m യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് അതിൻ്റെ എൻറ്റയർ ലെങ്തിൽ ആക്ട് ചെയ്തിരിക്കുന്നു. AB എന്ന നമ്മുടെ കാൻഡിലിവർ ബീം. അപ്പോൾ അതിനുണ്ടായിരുന്ന ഡിഫ്ലക്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ആ പോയിന്റ് നമ്മൾ B' എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം B' ആയിരിക്കും മാക്സിമം ഡിഫ്ലക്ഷൻ. ഈ ഒരു ബീമിൽ ഉണ്ടാകുന്ന മാക്സിമം ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രീ എൻഡിലായിരിക്കും. അതായത് B' ആയിരിക്കും. അതായത് Ymax. ഓക്കെ, ഈ ഒരു കാൻഡിലിവർ ബീമിൻ്റെ ലെങ്ത് നമ്മൾ ക്യാപിറ്റൽ L ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നു. ഇത് XX സെക്ഷനാണ്, ഒരു സെക്ഷൻ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. ആ ബീമിൻ്റെ ഫിക്സഡ് എൻഡിൽ നിന്ന് ആ XX സെക്ഷൻ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് X എന്ന് പറയുന്നത്. അന്നേരം ഇത്രയും ഡിസ്റ്റൻസ് എന്ത് വരും? ടോട്ടൽ ലെങ്ത് ആണ്. XX വരെയുള്ള ഡിസ്റ്റൻസ് X ആണ്. അപ്പം ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ L മൈനസ് X ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്കിനിയും ഈ XX സെക്ഷനിലെ മൊമെൻറ്റ് കണ്ടുപിടിക്കണം. നമ്മൾ എല്ലാ കേസിലും ഡബിൾ ഇൻറ്റഗ്രേഷൻ മെത്തേഡിൽ ഒരേ സ്റ്റെപ്പുകളാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ XX സെക്ഷനിലെ മൊമെൻറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ XX സെക്ഷനിലെ മൊമെൻറ്റിനെ നമ്മൾ MX എന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ MX എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് അല്ലേ? ഇവിടുത്തെ ലോഡ് എന്താണ്? W kN/m ആണ് ഇവിടുത്തെ ലോഡ്. അപ്പം യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണെങ്കിൽ അവിടുത്തെ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്ത് വരും? ഈ W എത്ര ഡിസ്റ്റൻസ് മാറിയാണ് XSലോട്ട് ആക്ട് ചെയ്തിരിക്കുന്നത്? അല്ലെ, XSൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയാണ് നമ്മുടെ W ലോഡ് വന്നിരിക്കുന്നത്? L-X അല്ലേ? XSൽ നിന്നും L-X ഡിസ്റ്റൻസിലാണ് നമ്മുടെ ഈ ലോഡ് XX സെക്ഷനിൽ നിന്നും വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ UDL ആയതുകൊണ്ട് ഇവിടുത്തെ മൊമെൻറ്റ് എന്ത് വരും? W ഇൻറ്റു L-X ഇൻറ്റു L-X/2 എന്ന് വരും അല്ലേ? ജനറലി യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണെങ്കിൽ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? W L²/2 എന്നാണ്. UDL ആണെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് W L²/2 ആണ്. ഇവിടുത്തെ L എന്ന് പറഞ്ഞാൽ L-X ആണ്. സെക്ഷൻ XS കൺസിഡർ ചെയ്തിരിക്കുന്നു. A ഒറിജിൻ ആണെങ്കിൽ ഇവിടുത്തെ L-X ആണ്. ഓക്കെ, ഇപ്പം XS സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന മൊമെൻ്റ് എന്ന് പറയുന്നത് W ഇൻറ്റു L-X ഇൻറ്റു L-X/2 ആണ്. പിന്നെ W ഡൗൺവേർഡ് ആക്ട് ചെയ്തിരിക്കുന്നുണ്ട്, നമ്മൾ നെഗറ്റീവായിട്ടായിരിക്കും എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും? നമ്മൾ XX സെക്ഷൻ കൺസിഡർ ചെയ്യുന്നു. അവിടുത്തെ പെൻഡിങ് മൊമെൻറ്റ് അറ്റ് XX എന്ന് പറയുന്നതാണ് MX. അതായത് MX = W ഡൗൺവേർഡ് ആയതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് എടുത്തു. -W ഇൻറ്റു L-X ഇൻറ്റു L-X/2. അതായത് MX = -W ഇൻറ്റു L-X²/2. ഓക്കെ, അങ്ങനെ നമുക്ക് കിട്ടി. ദെൻ ദ ഫ്ലക്ഷറൽ ഇക്വേഷൻ ഫോർ മൊമെൻറ്റ് എന്താണ്? ഫ്ലക്ഷറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? M = EI ഇൻറ്റു d²y/dx² ആണ് ഫ്ലക്ഷറൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. EI എന്ന് പറയുന്നത് ഫ്ലക്ഷറൽ റിജിഡിറ്റി, അതായത് മൊമെൻറ്റിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് പറഞ്ഞിരിക്കുന്നത്. M = EI ഇൻറ്റു d²y/dx². അപ്പോൾ നമ്മുടെ MXന് പകരം നമ്മൾ EI ഇൻറ്റു d²y/dx² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു -W ഇൻറ്റു L-X²/2. ഇനി നമുക്കിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഈ ഇക്വേഷനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നു. ഇൻ്റഗ്രൽ ഓഫ് EI ഇൻറ്റു d²y/dx² ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് -W ഇൻറ്റു L-X²/2. ഓക്കെ, കേട്ടോ? ഇനിയും EI എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. W/2 കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മളിതിനെ രണ്ടിനെയും ഇൻ്റഗ്രലിന് പുറത്തോട്ട് എടുക്കുകയാണ്. അപ്പോൾ എങ്ങനെ വരും?
ഇ ഐ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഇക്വൽ ടു മൈനസ് ഡബ്ല്യു ബൈ ടു ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് എൽ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് വരും. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇൻ്റഗ്രൽ ഓഫ് ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ എന്താണ്? ഇൻ്റഗ്രൽ ഓഫ് ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഇക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ്. ഓക്കെ, ഇനി ഇവിടെ എന്താണ്? ഇൻ്റഗ്രൽ ഓഫ് എൽ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ആണ് അല്ലേ. എൽ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ത് വരും? ഇൻ്റഗ്രൽ ഓഫ് എക്സ് എസ് ടു എൻ എന്ത് വരും? എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ ആണ്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് എൽ മൈനസ് എക്സ് ആണ്. എൽ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ, എൻ എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും? എൽ മൈനസ് എക്സ് ദ ഹോൾ റേസ്ഡ് ടു 2 പ്ലസ് 1 ബൈ 2 പ്ലസ് 1 എന്ന് വരും. അതിൻ്റെ കൂടെ എന്തും കൂടെ വരും? ഇവിടെ എക്സിന് ഇവിടെ മൈനസ് എക്സ് വന്നിട്ടുണ്ട് അല്ലേ എല്ലിൻ്റെ കൂടെ. അപ്പോൾ ഈ മൈനസ് എക്സിൻ്റെയും കൂടെ നമ്മൾ മൈനസ് എക്സ് ആയതുകൊണ്ട് ഒരു മൈനസ് 1 കൂടെ നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യത്തില്ലേ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എങ്ങനെ വരും? ഇൻ്റഗ്രേഷൻ ഇ ഐ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഡി വൈ ബൈ ഡി എക്സ് ആണ്. ഇസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു ബൈ ടു ഇൻറ്റു എൽ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയറിൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എൽ മൈനസ് എക്സ് ദ ഹോൾ ക്യൂബ് ബൈ 3 ഇൻറ്റു ഈ എക്സ് മൈനസ് എക്സിൻ്റെ ഇൻറ്റു മൈനസ് 1 കൂടെ വരും. മൈനസ് എക്സിൻ്റെ ആ ഡെറിവേറ്റീവ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും, ഇൻറ്റു മൈനസ് 1 എന്നും കൂടെ വരും. ഓക്കെ, പ്ലസ് C1 എന്താണ്? കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷനാണ് C1 എന്ന് പറഞ്ഞത്. ആ ഇക്വേഷൻ നമ്മൾ ഇക്വേഷൻ 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. ഇനി നമുക്ക് C1 കണ്ടുപിടിക്കണം. C1 കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ ഫിക്സഡ് എൻഡ് കണ്ടീഷൻ കൺസിഡർ ചെയ്യുന്നു. ഒരു ബീമിൻ്റെ ഫിക്സഡ് എൻഡിൽ ഇവിടെ നമ്മൾ ഈ കൺസിഡർ ചെയ്ത ബീം തന്നെ എടുക്കാം. നമ്മുടെ ഈ ബീമിൻ്റെ ഫിക്സഡ് എൻഡിൽ എക്സ് ഇസ് ഈക്വൽ ടു 0 അല്ലേ. ഈ ഫിക്സഡ് എൻഡ് മുതൽ നമ്മുടെ സെക്ഷൻ എക്സ് എക്സ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ്. ഫിക്സഡ് എൻഡിൽ എക്സ് 0 ആണ് അല്ലേ. ഇങ്ങോട്ട് വേറെ എക്സ് ഇല്ല. ഇവിടെ എക്സും 0 ആണ്, വൈയും 0 ആണ്, ഡി വൈ ബൈ ഡി എക്സും 0 ആണ്. ആ കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് C1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ എങ്ങനെയാണ്? അറ്റ് ഫിക്സഡ് എൻഡ് എക്സ് ഇസ് ഈക്വൽ ടു 0, വൈ ഇസ് ഈക്വൽ ടു 0 ആൻഡ് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 0. ഇത് നമ്മൾ ഈ ഒരു കണ്ടീഷൻ നമ്മുടെ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെ വരും? ഡി വൈ ബൈ ഡി എക്സ് 0 ആണല്ലേ. അപ്പോൾ ഇ ഐ ഇൻറ്റു 0 വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു ബൈ 2 ഇൻറ്റു എൽ മൈനസ് 0. എക്സ് 0 അല്ലേ, എക്സ് ഇസ് ഈക്വൽ ടു 0, എൽ മൈനസ് 0 ദ ഹോൾ ക്യൂബ് ബൈ 3 ഇൻറ്റു മൈനസ് 1 പ്ലസ് 0. ഓക്കെ, പ്ലസ് C1 എന്ന് വരും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് C1ൻ്റെ വാല്യൂ അവിടെ നിന്ന് കിട്ടുമെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, നമ്മുടെ ഇക്വേഷൻ 1 ഇതായിരുന്നു. ഇ ഐ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു എൽ മൈനസ് എക്സ് ദ ഹോൾ ക്യൂബ് ബൈ 6 പ്ലസ് C1. ഫിക്സഡ് എൻഡ് കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ ടേം 0 ആയി, കാരണം ഡി വൈ ബൈ ഡി എക്സ് 0 ആണ്. റൈറ്റ് സൈഡിൽ ഡബ്ല്യു ഇൻറ്റു എൽ മൈനസ് 0 ദ ഹോൾ ക്യൂബ് ബൈ 6 പ്ലസ് C1. ഓക്കെ, ഇതിൽ നിന്ന് C1 എന്ത് കിട്ടും? C1 ഇസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു എൽ ക്യൂബ് ബൈ 6 എന്ന് കിട്ടും. ഇത് ലെഫ്റ്റ് സൈഡിൽ പോയി കഴിയുമ്പോൾ C1 ഇസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു എൽ ക്യൂബ് ബൈ 6. ഇനി നമുക്ക് ഈ C1ൻ്റെ വാല്യൂ, ഈ C1നെ നമ്മൾ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ C1ൻ്റെ വാല്യൂ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എങ്ങനെ വരും ഇക്വേഷൻ? ഇ ഐ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു എൽ മൈനസ് എക്സ് ക്യൂബ് ബൈ 6 പ്ലസ് എന്ത് വരും? മൈനസ് ഡബ്ല്യു എൽ ക്യൂബ് ബൈ 6. ഓക്കെ, അങ്ങനെ വരത്തില്ല ഇക്വേഷൻ 1. ആ കിട്ടുന്ന ഇക്വേഷനെ നമ്മൾ ഇക്വേഷൻ 2 എന്ന് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഇക്വേഷൻ 1ൽ C1ന് വാല്യൂ കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷനാണ് ഇ ഐ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു എൽ മൈനസ് എക്സ് ദ ഹോൾ ക്യൂബ് ബൈ 6 മൈനസ് ഡബ്ല്യു എൽ ക്യൂബ് ബൈ 6. ഓക്കെ, ഈ ഇക്വേഷനാണ് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 2 ആണ് നമുക്ക് സ്ലോപ്പിനെ ഡിറ്റർമൈൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ്. ഈ ഒരു ഇക്വേഷനിൽ നിന്നാണ് നമുക്ക് സ്ലോപ്പ് കിട്ടുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഈ സെക്കൻഡ് ഇക്വേഷനെ അല്ലെ ഇക്വേഷൻ നമ്പർ 2നെ നമുക്ക് വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പം ഇൻ്റഗ്രൽ ഓഫ് ഇ ഐ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഡബ്ല്യു ബൈ 6 ഇൻറ്റു എൽ മൈനസ് എക്സ് ദ ഹോൾ ക്യൂബ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡബ്ല്യു എൽ ക്യൂബ് ബൈ 6 എന്ന് വരും അല്ലേ. വിത്ത് റെസ്പെക്ട് ടു എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നോക്കിക്കേ, ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്ത് വരും? ഇ ഐ കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. ഇ ഐ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് വരും. ഇൻ്റഗ്രൽ ഓഫ് ഡി വൈ ബൈ ഡി എക്സ് എന്താണ്?
വൈ അല്ലേ. ഇൻ്റഗ്രൽ ഓഫ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞ വൈ ആണ്. ഇ ഐ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എന്ത് വരും, ഈ ഒരു ടേം എന്ത് വരും, ഇ ഐ ഇൻറ്റു വൈ. ഇനി ഇവിടെ എന്ത് വരും, W/6 കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. അപ്പോൾ നമുക്കതിനെ പുറത്തോട്ട് എടുക്കാം. ഇനി L - x ദ ഹോൾ ക്യൂബ്. അതിൻ്റെ ഇൻ്റഗ്രേഷൻ എങ്ങനെ വരും, x⁻n എന്താണ്, x⁻n+1/n+1 ആണ്. ഇവിടെ L - x ആയതുകൊണ്ട് L - x raised to 3+1/3+1 എന്ന് വരും. അതായത് L - x raised to 4/4 എന്ന് വരും. മാത്രമല്ല ഇവിടെ ഒരു -x ഉള്ളത് കൊണ്ട് ഇൻറ്റു -1 കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ എന്ത് വരും ഇവിടെ. പിന്നെ ഇനി രണ്ടാമത്തെ ടേം നോക്കിയേ, മൈനസ് ഇൻ്റഗ്രൽ ഓഫ് WL³/6 dx എന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, എന്താണത്, നമ്മുടെ കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ആയിരുന്നു നമുക്ക് കിട്ടിയത് അല്ലേ, -WL³/6 എന്ന് പറഞ്ഞത്. ഈ WL³/6 എന്ന് പറഞ്ഞത് കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. അപ്പം കോൺസ്റ്റൻ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ കോൺസ്റ്റൻ്റ് പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു dx മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രേഷൻ എന്ത് വരും, ഒരു എക്സും കൂടെ വരും അല്ലേ. ഒരു കോൺസ്റ്റൻ്റ് മാത്രമാണെങ്കിൽ ആ കോൺസ്റ്റൻറ്റിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു എക്സ് വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് ആയതുകൊണ്ട് പിന്നെ ഡി എക്സിൻ്റെ ഇൻ്റഗ്രലുമായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അതായത് ഇൻ്റഗ്രൽ ഓഫ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. ഓക്കെ, മനസ്സിലായോ. അപ്പോൾ നമുക്കിതിൻ്റെ ഇൻ്റഗ്രേഷൻ എന്ത് വരും, ഇ ഐ ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു W/6 ഇൻറ്റു L - x ദ ഹോൾ റെസ്റ്റ് 4/4 ഇൻറ്റു ഈ ഒരു -x ആയതുകൊണ്ട് -1 മൈനസ് WL³/6 കോൺസ്റ്റൻ്റ് ആണ്. ഇൻ്റഗ്രൽ ഓഫ് ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്. പ്ലസ് എന്തും കൂടെ വരും, കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ C2 കൂടി വരും. നമ്മൾ ഈ ഇക്വേഷനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 3 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, ദിസ് ഇസ് ദ ഇക്വേഷൻ നമ്പർ 3. നമുക്ക് ഈ ഒരു ടേമിനെ എങ്ങനെ എഴുതാം, -w ഇൻറ്റു L - x ദ ഹോൾ റെസ്റ്റ് 4/24 എന്ന് എഴുതാം അല്ലേ. ഈ ഒരു ടേമിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് അങ്ങനെ എഴുതാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ എങ്ങനെയാവും നോക്കിക്കേ. തേർഡ് ഇക്വേഷൻ നമ്പർ 3 ഈസ് EI ഇൻറ്റു വൈ വിച്ച് ഈസ് ഈക്വൽ ടു -w ഇൻറ്റു L - x ദ ഹോൾ റെസ്റ്റ് 4/24 -WL³/6 ഇൻറ്റു എക്സ് പ്ലസ് C2. ഇനി നമുക്ക് C2 കണ്ടുപിടിക്കണം. ഇവിടെയും നമ്മൾ ഫിക്സഡ് എൻഡ് കണ്ടീഷനാണ് യൂസ് ചെയ്യുന്നത്. അറ്റ് ഫിക്സഡ് എൻഡ് x is equal to 0, y is equal to 0 and dy/dx is equal to 0. ആ കണ്ടീഷൻ യൂസ് ചെയ്യുക. ഇക്വേഷൻ നമ്പർ 3ൽ ആ കണ്ടീഷൻസ് യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം എന്ത് വരും, EI ഇൻറ്റു 0. കാരണം ഫിക്സഡ് എൻഡിൽ y 0 ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടേം 0 ആകും. സെക്കൻഡ് ടൈമിൽ എന്ത് വരും, x 0 ആണ് അല്ലേ. -w ഇൻറ്റു L - 0 ദ ഹോൾ റെസ്റ്റ് 4/24 മൈനസ് ഇവിടെ എക്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ടേമും കംപ്ലീറ്റ് 0 ആയിട്ട് മാറും. പ്ലസ് C2. അപ്പോൾ C2 എന്ത് വരും ഇവിടെ, C2 ഈസ് ഈക്വൽ ടു ഇത് ലെഫ്റ്റിലോട്ട് പോയി കഴിയുമ്പോൾ C2 ഈസ് ഈക്വൽ ടു WL⁻⁴/24. ഓക്കെ, ഇനി നമ്മൾ ഈ C2ൻ്റെ വാല്യൂ എന്ത് ചെയ്യണം, ഇക്വേഷൻ നമ്പർ 3ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ വരും EI ഇൻറ്റു വൈ which is equal to -w into L - x the whole raised to 4/24 minus WL³/6 into x plus എന്ത് വരും, C2 നമുക്ക് എന്താണ് കിട്ടിയത്, WL⁻⁴/24 നമുക്ക് C2 കിട്ടി. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4 കണ്ടോ. EI into y is equal to -w into L - x the whole raised to 4/24 minus WL³/6 into x plus WL⁻⁴/24. This is equation number 4. ഈ ഇക്വേഷൻ നമ്പർ 4 ആണ് നമുക്ക് ഡിഫ്ലക്ഷനെ കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ മാക്സിമം ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ മാക്സ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കണം അല്ലേ. സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എടുക്കുന്നു. നമ്മൾ പറഞ്ഞു ഇക്വേഷൻ നമ്പർ 2 ആണ്, 2ൽ നിന്നാണ് നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത്. ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയുന്നത് EI ഇൻറ്റു dy/dx is equal to w ഇൻറ്റു L - x the whole cube/6 മൈനസ് WL³/6 ആണ്. ഓക്കെ, എങ്ങനെയാണ് തീറ്റ കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത്, dy/dx എന്ന് പറയുന്നത് സ്ലോപ്പാണ് അല്ലേ, തീറ്റ ബി ആണ്. തീറ്റ ബി എന്ന് പറഞ്ഞാൽ മാക്സിമം സ്ലോപ്പ് ഉണ്ടാകുന്നത് അതിൻ്റെ ഫ്രീ എൻഡിലാണ്. ഫ്രീ എൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരുന്നു ബി ആണ് അല്ലേ. അതുകൊണ്ടാണ് ഇവിടുത്തെ സ്ലോപ്പിനെ നമ്മൾ തീറ്റ ബി എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. തീറ്റ ബി കിട്ടണമെങ്കിൽ നമ്മളിവിടെ എക്സിന് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീറ്റ ബി കിട്ടും. എന്തുകൊണ്ടാണ് എക്സിന് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, ഇതായിരുന്നു നമ്മുടെ ഫിഗർ അല്ലേ.
ഇവിടെ സ്ലോപ്പ് ഉണ്ടാകുന്നത് ഈ ബിയിലാണ്. മാക്സിമം സ്ലോപ്പ് ഡെവലപ്പ് ചെയ്യുന്നത് ഈ ബിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ബി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഫിക്സഡ് എൻഡിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയാണ്? എൽ ഡിസ്റ്റൻസ് മാറിയാണ് സ്ലോപ്പ് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലേ? അതുപോലെ ഡിഫ്ലക്ഷനും ഈ എൽ ഡിസ്റ്റൻസിലാണ്. അതുകൊണ്ട് ഇക്വേഷൻ നമ്പർ 2-ലും ഇക്വേഷൻ നമ്പർ 4-ലും നമ്മൾ എക്സ് = എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്ലോപ്പിൻ്റെയും വൈമാക്സിൻ്റെയും ഇക്വേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വേഷൻ നമ്പർ 2-ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 2. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് = എൽ. ഇപ്പോൾ എന്ത് വരും? EI × dy/dx എന്ന് പറയുന്നത് θb ആണ്. which is equal to w × L - L the whole cube by 6 minus w × L³ by 6 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ എന്ത് വരും? L - L 0 ആണ്. അതുകൊണ്ട് ഈ ഒരു ടേം കംപ്ലീറ്റ് 0 ആകും അല്ലേ? -WL³ by 6 എന്ന് കിട്ടും. ഇവിടുന്ന് θb എന്ത് കിട്ടും? EI റൈറ്റ് സൈഡിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് സ്ലോപ്പിൻ്റെ ഇക്വേഷൻ കിട്ടും. θb = -WL³ by 6 × EI റേഡിയൻ. തീറ്റയുടെ യൂണിറ്റ് റേഡിയൻ ആണ്. അപ്പോൾ ഒരു കാൻഡിലിവർ ബീമിൽ എൻ്റർ ലെങ്തിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സ്ലോപ്പിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞത് θb = അല്ലെങ്കിൽ മാക്സിമം സ്ലോപ്പ് എന്ന് പറഞ്ഞത് -WL³ by 6EI ആണ്. ഓക്കെ, ഇനി നമുക്ക് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കണ്ടേ? ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇക്വേഷൻ നമ്പർ 4-ൽ എക്സ് = എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫ്ലക്ഷൻ കിട്ടും. നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 4. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 4. EI × y is equal to -w × L - x the whole raised to 4/24 minus WL³ by L³ x by 6 plus WL raised to 4/24. Substitute x equal to L in equation number 4. എന്ത് വരും? EI × y is equal to -w × L - L the whole raised to 4/24 minus WL³ × L. ഇവിടെ എക്സിന് L സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു by 6 plus WL raised to 4/24. ഈ ടേം എന്താകും? L - x 0 ആയതുകൊണ്ട് ഈ ടേം കംപ്ലീറ്റ് 0 ആകും. ബാലൻസ് എങ്ങനെ വരും? EI × y is equal to -WL raised to 4/6 plus WL raised to 4/24. ഓക്കെ, അങ്ങനെ കിട്ടത്തില്ലേ? ഇതിനെ നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അപ്പോൾ എന്ത് വരും? EI × y is equal to -WL raised to 4 × 24 plus WL raised to 4 × 6 divided by 24 × 6. ഓക്കെ, നമ്മളിതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് EI × y is equal to -WL raised to 4/8 എന്ന് കിട്ടും. ഓക്കെ, YB എന്ന് പറഞ്ഞതാണ് y മാക്സിമം അല്ലെങ്കിൽ ഫ്രീ എൻഡ് അല്ലെങ്കിൽ ബിയിലാണ് മാക്സിമം ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നത്. സോ YB അല്ലെങ്കിൽ Ymax is equal to ഈ EI റൈറ്റിൽ പോയി കഴിയുമ്പോൾ -WL raised to 4/8 × EI is equal to Ymax. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയല്ലോ. ഒരു കാൻഡിലിവർ ബീമിൽ എൻ്റർ ലെങ്തിൽ UDL ആക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന മാക്സിമം ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. which is equal to Ymax which is equal to -WL raised to 4/8 EI.